40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള 5 കൊല്ലം പഴക്കം വരുന്ന ഒരു വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന വല്ല വിശ്വാസം ഉണ്ടോ? കിട്ടില്ല ഒരു വണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ഹാരിയർ ആണ്. അതും KL8 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണറിൽ വരുന്ന ഒരു റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഫ്ലഡ് ഒന്നും വന്നിട്ടില്ല. ഇതൊരു ഈവൻ ടച്ചിങ് പോലും വരാത്ത വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇത് വാങ്ങണവനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഹാരിയർ ഷോറൂമിൽ നിന്ന് എടുക്കണമെങ്കിൽ 25 ലക്ഷം രൂപയുടെ ഉള്ളിൽ വില കൊടുക്കണം. ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് ഇത് വരുന്നത്. സോ ഈ വണ്ടി നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകണ പോലെ ഇറക്കാൻ പറ്റും. കാരണം 35,000 കിലോ അല്ല 40,000 തൊട്ട് താഴെ 39,000 കിലോമീറ്ററാണ് ഇത് കൂടിയിട്ടുള്ള ഒരു തരി ക്ലെയിമോ കാര്യങ്ങളോ വരാത്തൊരു വണ്ടി കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ സൈഡ് വശങ്ങളിലേക്ക് വരാണെങ്കിലും ഫ്രണ്ടിലേക്ക് വരാണെങ്കിലും കാരണം ഇപ്പോൾ കൂടുതലൊന്നും ഈ വണ്ടിനെ വർണ്ണിക്കാനില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ വല്ല റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ വണ്ടി അധികം ഓടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതനുസരിച്ച് സംസാരിക്കാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഒന്നും വണ്ടിക്ക് പറ്റിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും ലോ കിലോമീറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഡാഷ്ബോർഡുമോ അല്ലെങ്കിൽ ഗിയർ നോബുമോ സ്റ്റിയറിങ്ങുമോ ഒരു പൂപ്പൽ പോലത്തെ ഒരു കളർ വരില്ല. നോർമൽ വണ്ടികൾക്ക് ഒരു 5 കൊല്ലം പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലും വന്നിട്ടില്ല. വണ്ടി ഇപ്പോഴും ഒരു ബ്രാൻഡ് ന്യൂ ഷോറൂമിൽ കിടക്കുന്ന പോലെ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്, സീറ്റിൻ്റെ സ്റ്റിച്ചിങ് വളരെ അൾട്രാ ലക്ഷറീസ് ആയിട്ട് ഇതിൻ്റെ ഓണർ ചെയ്തിട്ടുള്ള ആളാണ്. ആക്ച്വലി ഭയങ്കര ഒരു ബിസിനസ്മാനാണ്. പുള്ളീനെ സംബന്ധിച്ചിടത്തോളം ഇത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ബിസിനസ്സുകാരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ മോശമായിട്ട് അവരുടെ വണ്ടി അവർ യൂസ് ചെയ്യില്ല. അത്രയും പക്ക ഷോറൂം ലെവൽ ലുക്കിലാണ് യൂസ് ചെയ്യുക. പിന്നെ ഇതിന് പനോരമിക് സൺറൂഫും അവൈലബിൾ ആണ്. അതായത് പറഞ്ഞത് ഡീസലിൽ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ലക്ഷറിയും ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ ക്രോമിയം ഫിനിഷിംഗ് ഉണ്ട്, ഹാരിയർ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ വണ്ടിയുടെ കാണാനായിട്ട്. അപ്പോൾ ഈ വാഹനം എന്ന് പറയുന്നത് തൃശ്ശൂർ അയ്യന്തോൾ ആണ് ഈ വണ്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അയ്യന്തോൾ നിങ്ങൾക്ക് വന്നാൽ കാണാം, അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിലേക്ക് വന്നാൽ മതി. അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് വണ്ടി സെയിലിനിട്ടേക്കാണ്. അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, കിലോമീറ്ററിലാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 40,000 ജസ്റ്റ് ബിലോ അത്ര ഓടിയിട്ടുള്ളൂ. ടയർ കണ്ടീഷനും എല്ലാം കൊണ്ടും വണ്ടി പക്കയാണ്. ടാറ്റയുടെ ഹൈസൺ മോട്ടോഴ്സ് തൃശ്ശൂരാണ് വണ്ടിയുടെ ഫുൾ സർവീസ് ഹിസ്റ്ററി കിടക്കുന്നത്. KL8 വണ്ടി. സോ നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ കേരളത്തിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ കൂടുതൽ എളുപ്പമായിരിക്കും. സോ ഇതുപോലെയുള്ള കൂടുതൽ വണ്ടികൾ, അതായത് വളരെ ലോ കിലോമീറ്റർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൂടുതൽ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് അമർത്തുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ വാഹനം വാങ്ങണമെങ്കിൽ ജസ്റ്റ് തൃശ്ശൂർ വരെ.